ഒന്നേ ഉള്ളുവെങ്കിലും ഒല്ലയ്ക്ക് കടിക്കണമെന്ന് പല മാതാപിതാക്കളും ഇന്നും നല്ല അഭിമാനത്തോടു കൂടെ തന്നെ പറയും. ഈ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമില് ഞാനൊരു ന്യൂസ് കണ്ടു. ന്യൂസ് ഇതായിരുന്നു: അച്ഛൻ വണ്ടിയുടെ താക്കോല് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മകൻ ആക്ച്വലി വണ്ടി കത്തിച്ചു കളഞ്ഞു. അതിന്റെ താഴെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മക്കളെ അമിതമായി ലാളിച്ചു വളർത്തിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ വന്നൊരു കമന്റാണ് ഇത്. ഈ കമന്റ് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: മക്കളെ തല്ലി വളർത്തണം, തല്ലി വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ആദ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പുരോഗമനവാദമല്ല. ഇന്ന് മനുഷ്യർ ഡെവലപ്ഡ് ആയി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ അറിവിന്റെ കാര്യത്തിൽ നമ്മൾ പണ്ടത്തേനേക്കാൾ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ തല്ലാതെ ഭയങ്കര അമിതമായിട്ട് ലാളിച്ച് വളർത്തിയത് കൊണ്ട് മക്കൾ ഒരിക്കലും ക്രിമിനൽസ് ആകില്ല. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറെ തല്ലി കുറ്റപ്പെടുത്തി ശകാരിച്ച് ഇങ്ങനെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ വലിയ വലിയ ക്രിമിനൽസ് ആയി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ക്രിമിനൽസ് എന്നറിയപ്പെടുന്ന ആൾക്കാരുടെ ചരിത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ പണ്ടത്തെ സീരിയൽ കില്ലർമാരുടെയൊക്കെ ഹിസ്റ്ററി ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ മനസ്സിലാകും. ഇതിന്റെ എല്ലാം കാരണം അവരുടെ മാതാപിതാക്കളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഒരു മനുഷ്യൻ നല്ലതാകൂ ചീത്തയാകൂ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ചൈൽഡ്ഹുഡ് ആണ്. അയാളുടെ ചെറുപ്പകാലത്തുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസ് ആണ് അയാൾ ആക്ച്വലി മാറ്റുന്നത്. ഇവിടെ മാതാപിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ആകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്ക് ആരാകണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷെ പഠിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് അവർ ചിലപ്പോൾ അവരുടെ മക്കൾ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് മക്കൾക്ക് പറ്റാത്ത കാര്യം അവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ പറയില്ലേ, ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന്. പഠിക്കാൻ പറ്റാത്ത മക്കളെ കൊണ്ട് പഠിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരിക്കലും നന്നാകണമെന്നില്ല. ആൻഡ് ഈ സംഭവം വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചത് ഒരു സിനിമയാണ് ഈ വാഴ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ കാണുമ്പോൾ ആക്ച്വലി നമുക്ക് മനസ്സിലാവും അതിലെ മാതാപിതാക്കൾക്ക് ആർക്കും ആക്ച്വലി ഒരു കഴിവില്ല. പക്ഷെ അവരവരുടെ മക്കൾ നല്ല രീതിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കാൻ പറ്റാത്ത മക്കളെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും, ഇയാൾ എന്താണ് ഈ പറയുന്നത്, പിന്നെന്ത് ചെയ്യും, പഠിക്കാതെ എങ്ങനെ ഒരു ജോലി കിട്ടാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് മുതലേ നമ്മളുടെ എല്ലാവരുടെയും മൈലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള കഴിവ് മാത്രമാണ്. പഠിക്കാത്ത ആൾക്കാരെ നമ്മൾ എപ്പോഴും പറയും അവനൊരു ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവനൊരു കഴിവില്ല, അവൻ ഇങ്ങനെ ആയിപ്പോയി. ഈ വാഴ എന്ന സിനിമയിൽ ഇതെല്ലാം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി എന്ന് പറയുന്നത് അതല്ല. ബുദ്ധി എന്ന് പറയുന്നത് പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല, പലതരം ബുദ്ധിയുണ്ട് ആക്ച്വലി. അതായത് ഇപ്പോൾ ഒരാൾക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം, നല്ല കാൽക്കുലേഷൻസോടെ വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിൽ അതൊരു ബുദ്ധിയാണ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് നല്ലോണം ഡാൻസ് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത് കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. അങ്ങനെ പലതരം ഇന്റലിജൻസ് ഉണ്ട് ആക്ച്വലി. നമ്മൾ വിചാരിക്കുന്ന പഠിക്കാനുള്ളത് മാത്രമല്ല ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ബുദ്ധി ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലതരം ഇന്റലിജൻസ് ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പലതരം ഇന്റലിജൻസിനെ പറ്റി ഞാൻ വേറൊരു ദിവസം നിങ്ങളോട് സംസാരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ നിർബന്ധിച്ച് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മക്കൾക്ക് പറ്റാത്ത കാര്യം ചെയ്യിപ്പിക്കരുത്. ഈ സിനിമയിൽ ആക്ച്വലി രണ്ടാൾക്കാരെ കാണിക്കുന്നുണ്ട്. ഒന്ന് മാതാപിതാക്കളെ പേടിച്ച് മാതാപിതാക്കൾ നിർബന്ധിച്ച് പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആൾക്കാര്, അതുപോലെ തന്നെ മാതാപിതാക്കളെ പേടിച്ച് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളെയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതായത് പല ജോലിയും കാര്യം കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിലെ വിജയം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ജോലിയും കാശുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് ആക്ച്വലി നമുക്ക് ഉണ്ടാവേണ്ട വിജയം. അത് അവർക്ക് ഇല്ല എന്നും ആ സിനിമ നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും മാതാപിതാക്കളുടെ വാശി, അല്ലെങ്കിൽ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ തിന്മയായി ഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പേരൻസും മനസ്സിലാക്കേണ്ടത് അവരുടെ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ എനിക്കിതാകാൻ പറ്റിയില്ല അതുകൊണ്ട് എന്റെ മകൻ ഇതാകണം, അല്ലെങ്കിൽ എന്റെ മകൾ ഇതാകണം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. ആൻഡ് അവരൊരിക്കലും അങ്ങനെ ആകാനും പോകുന്നില്ല. ഇനി ആയാൽ പോലും അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. പേരൻസിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന മക്കളായി മാറും അവര്. ആൻഡ് അവരുടെ മക്കൾക്കും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എപ്പോഴും വഴക്ക് പറയുകയാണ്, എപ്പോഴും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും സന്തോഷിക്കുകയുമില്ല. അതുപോലെ തന്നെ ആ കുട്ടി ചിലപ്പോൾ ഭാവിയിൽ വലിയ വലിയ ക്രിമിനൽസ് ആയി മാറാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര രീതിയിൽ ലാളിച്ചും വളർത്തരുത്. പക്ഷെ മനസ്സിലാക്കുക, ലാളിച്ച് വളർത്തുന്ന ആൾക്കാർ
കുറച്ചുകൂടി ലെസ് ഹാർംഫുൾ ആണ്. അവർ ചിലപ്പോൾ ലൈഫിൽ ഒരു ഡിപ്പെൻഡന്റ് ആയി മാറാം, അതായത് എല്ലാ കാര്യത്തിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ആയി മാറാം. പക്ഷെ അവർ വലിയ വലിയ ക്രിമിനൽസ് ആയി മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെന്നെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.